പ്ലെയിൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യില്ലേ, അന്നേരത്തെ പോലെ ഒരു ഫീലാണ് ഇതിൽ വരുന്നത്. നമ്മളൊരു 7 സീറ്റർ വണ്ടിയുടെ പുറകിൽ ഇരിക്കുമ്പോൾ ഇത്രയും ലെഗ് സ്പേസ്, ഇത് നമ്മളെ യൂഷ്വൽ വണ്ടികളിൽ സെക്കൻഡ് റോയിൽ കിട്ടുന്ന ലെഗ് സ്പേസ് ഇതിന്റെ ബാക്ക് സീറ്റിലുണ്ട്. ഇതാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ ടെസ്ലയിൽ മാത്രം കണ്ടിട്ടുള്ള, അതായത് നമ്മുടെ ഹെഡിന്റെ മേളിൽ വരെ ഗ്ലാസ് ഇങ്ങനെ, ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ പോവാ. കുറച്ചും കൂടെ ക്ലാസി വണ്ടിയാന്ന് തോന്നുന്നു, ഇന്റീരിയറും എല്ലാം കൊണ്ട്. കുറച്ചുകൂടെ കംഫർട്ട് എനിക്ക് അതിലാ തോന്നിയെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഈസി ഗോയിങ് കംഫർട്ട് അതിലാ തോന്നിയത്. ഹൈ എവരിവൺ, വെൽക്കം ടു ഓട്ടോ മാഡ്നസ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ലൂസിഡ് എന്നൊരു അമേരിക്കൻ ബ്രാൻഡിന്റെ ഒരു ഇലക്ട്രിക് SUV വേർഷനാണ്, ലൂസിഡ് ഗ്രാവിറ്റി. അപ്പൊ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് 2007 ടെസ്ലയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബെർണാഡ് സേ എന്ന് പറയുന്ന ആള് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. മറ്റൊരു പേരിലാണ് അവര് ബാറ്ററി ഡ്രൈവ് ട്രെയിനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 2016 അവർ ലൂസിഡ് മോട്ടോഴ്സ് എന്ന കാർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ആദ്യം വരുന്നത് എനിക്ക് തോന്നുന്നത് പലരും റോട്ടിൽ കണ്ടിട്ടുള്ള ലൂസിഡ് എയർ എന്ന് പറയുന്ന സെഡാൻ മോഡലാണ്. രണ്ടാമത് വന്ന മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂസിഡ് ഗ്രാവിറ്റി. ഇത് SUV മോഡലാണ്. ഇതിന്റെ തന്നെ 5 സീറ്ററും ഉണ്ട്, 7 സീറ്ററും ഉണ്ട്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ 7 സീറ്റർ വേരിയന്റ്. ഇതൊരു 839 PS പവർ തരുന്ന ഒരു 617 കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഓൾമോസ്റ്റ് 123 കിലോവാട്ട് അവറിന്റെ ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഭയങ്കര ക്ലീൻ എലഗന്റ് ലുക്കാണ് വരുന്നത്. സ്ലീക്ക് ആയിട്ടുള്ള DRLഉം ഹെഡ് എല്ലാം വരുന്നത്. സൈഡിലോട്ട് നോക്കിയാൽ അറിയാം, വലിയൊരു ബൾക്കി വണ്ടിയാണ്. 5 മീറ്റർ മേളിൽ മെഷർമെന്റ് വരുന്ന ഒരു വണ്ടിയാണ്. ടയർ വരുന്നതെന്ന് പറഞ്ഞാൽ 22 ഇഞ്ചാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ 23 ഇഞ്ച് വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൈസ് വരുന്നത്. സ്റ്റാർട്ടിങ് 20 ഇഞ്ച്, 21 ഇഞ്ച്. അപ്പോൾ എപ്പോഴും 1 ഇഞ്ച് ഹയർ ആണ് ബാക്കിലോട്ട് വരുമ്പോൾ വരുന്നത്. ഈ വണ്ടിയുടെ ഒരു സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർ സസ്പെൻഷൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ഒരു ജേർണിയാണ്. നമ്മളിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വണ്ടിയുടെ ഹൈറ്റ് 167 ആണ് വരുന്നത്. അതായത് ഒരു ഡീസന്റ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഡിസൈൻ വൈസ് എന്താ പറയാ, കുറച്ചൊരു കോംബി ആൻഡ് SUV മിക്സ് ഡിസൈൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് 7 സീറ്റ് അപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരു 2 ക്യാബിൻ ബാഗ് ഒക്കെ ഇവിടെ ഡയറക്റ്റ് വെക്കാം. അതിനോടൊപ്പം തന്നെ താഴെ വലിയൊരു സ്പേസ് വരുന്നുണ്ട്. ആക്ച്വലി ഈ 2 സീറ്റുകൾ നമുക്ക് മടക്കി ഇതിന്റെ അകത്തോട്ട് മാറ്റി വെക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ 2 സീറ്റ് മടക്കി ഇതിന്റെ അടിയിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 800 ലിറ്ററോളം കിട്ടും. ഇനി ഫ്രണ്ടിലെ സെക്കൻഡ് റോയും കൂടെ മടക്കി കഴിഞ്ഞാൽ 3400 ലിറ്റർ സ്പേസ് വരുന്നുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. സീറ്റ് നമുക്ക് കണ്ടോ, അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് പോകും. അപ്പൊ നമുക്കിത് 6 സീറ്റർ ആയിട്ടോ 7 സീറ്റർ ആയിട്ടോ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പം 6 സീറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട്, ഇത് സ്പേസ് ഉണ്ട്. ഇത് മടക്കി ഇതിന്റെ അകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഫ്രണ്ടും കൂടെ മടക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു സ്പേസ് ആയി. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ട് സീറ്റ് അവിടെ മടങ്ങി. റൈറ്റ് സൈഡ് നമ്മൾ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ആയിട്ട് സീറ്റ് ഫ്രണ്ടിലോട്ട് പോകും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം കംഫർട്ടബിൾ ആണ് പുറകെ കയറി ഇരിക്കാൻ നോക്കാം. ഇരിക്കാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ ഇവിടെ ബാക്ക് റെസ്റ്റ് നിവർത്തി വെക്കുക. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. AC വെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്.
ഇവിടെ USB പോർട്ട് ഉണ്ട്, ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇനി പുറകോട്ട് ഈ സീറ്റ് വലിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരു 7 സീറ്റർ വണ്ടിയുടെ പുറകിൽ ഇരിക്കുമ്പോൾ ഇത്രയും ലെഗ് സ്പേസ്, ഇത് നമ്മളെ യൂഷ്വൽ വണ്ടികളിൽ സെക്കൻഡ് റോയിൽ കിട്ടുന്ന ലെഗ് സ്പേസ് ഇതിന്റെ ബാക്ക് സീറ്റിലുണ്ട്. സൺറൂഫ് ഫുള്ള് ഇത് ത്രൂ ഔട്ട് ഗ്ലാസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ടിൻഡാണ്. ഇപ്പൊ നല്ല സണ്ണ് ഉള്ള സമയമാണ്, അകത്തോട്ട് ചൂടും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ലോങ് ജേർണിയിലൊക്കെ നമ്മളൊരു നോർമൽ കാറിലെ സെക്കൻഡ് റോയിൽ എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇരുന്ന അഡൾട്ട്സിന് സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പൊ ഞാനൊരു 174 ഹൈറ്റ് ഉള്ള ആളാണ്, എനിക്കും കംഫർട്ടബിൾ ആണ് ഇരിക്കാൻ. പിന്നെ ഇവിടെ അത്രയും തൈ സപ്പോർട്ട് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സീറ്റ് കിട്ടുന്ന അത്രയും വരില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത്രയും നമ്മൾ ബാക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇറങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ സീറ്റ് ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ ഇറങ്ങാൻ ഇവിടെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അതേ പിടിച്ച് ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടില്ല. സെക്കൻഡ് റോയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ ഒരു സ്ക്രീൻ ഉണ്ട്, അതിൻ്റെ അകത്ത് AC കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഹീറ്റിംഗ്, AC വെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ചൈൽഡ് ട്രേ, അത് പിള്ളേരെയാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലും. എന്തെങ്കിലുമൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വേണമെങ്കിൽ വർക്ക് ചെയ്യാവുന്നതാണ്. ഈ സീറ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ AC വെന്റും ഉണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 22 സ്പീക്കർ വരുന്ന ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സിസ്റ്റം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ ഈ വണ്ടിയിൽ ഓൾമോസ്റ്റ് 34ഓളം സെൻസറുകളും 14ഓളം ക്യാമറകളും എല്ലാം ഉണ്ട്. ലൈഡാർ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് ടെക്കിന്റെ കാര്യത്തിൽ ടോപ്പ് നോച്ച് ആണ്. പിന്നെ ഈ പറയുന്ന ഗ്ലാസ് ത്രൂ ഔട്ട് ഉള്ളതാണ്, ഫ്രണ്ട് മുതലുള്ളതുകൊണ്ട് നിങ്ങൾ അകത്തുനിന്ന് നോക്കിയാൽ കാണാൻ നല്ല എയറി ഒരു ഫീലിംഗ് ആണ് ഉള്ളിൽ ഇരിക്കുമ്പോൾ. ഡോർ അടച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് വിൻഡോ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നമ്മുടെ ഒരു വാനിലൊക്കെ കാണുന്ന മോഡലിൽ സൈസ് ഉണ്ട്. ഇത് യൂഷ്വലി കാണുന്ന രീതിയിലല്ല. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പുറകോട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഡോറ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മൾ മാനുവലി തള്ളി തുറക്കേണ്ട ആവശ്യമില്ല, ഡോറ് തന്നെ അത് ഓപ്പൺ ആവും. പിന്നെ അത്യാവശ്യം ഡോർ ട്രിമൊക്കെ എല്ലാം കവേർഡാണ്. നമുക്ക് ചീപ്പ് മെറ്റീരിയൽ ഒന്നും കാണില്ല. ഈവൻ ഇവിടെ പോലും ഒരു ഫാബ്രിക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാറ്റ് വുഡ് ഫിനിഷ്, എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തേക്കുവാണ്. ഒരിടത്ത് നമുക്കൊരു ചീപ്നെസ് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഇതില്ല. പിന്നെ ഇപ്പോൾ ഗ്ലാസ് വിൻഡോ നോക്കിയാലും ഇതുണ്ടോ, ഇവിടെ ഡ്യുവൽ ഗ്ലാസ് ആണ് വരുന്നത് വിത്ത് ഇൻസുലേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ സ്പീഡ് ഒരു ഈവൻ ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ കയറിയാൽ പോലും ഉള്ളിലോട്ട് അങ്ങനെ സൗണ്ട് ഇല്ല. ഓൾമോസ്റ്റ് ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് വന്നത്. ഇതൊരു 400 കിലോ വാട്ടിന്റെ വരെ DC ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത്യാവശ്യം എന്താ പറയാ, ഒരു 400 കിലോമീറ്റർ റേഞ്ച് കിട്ടാൻ ഇവർ പറയുന്ന ഒരു 14 മിനിറ്റ് ആണ്. അപ്പൊ 14 മിനിറ്റ് കൊണ്ട് അടുത്ത 400 കിലോമീറ്റർ ഓടാനുള്ള ഒരു ചാർജ് കയറുമെന്നാണ് പറയുന്നത്, ഹൈ സ്പീഡ് ചാർജിങ് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പൊ അതൊരു നല്ല ചാർജിങ് സ്പീഡാണ് കമ്പാരിറ്റീവ്ലി. ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ട്രിക് സീറ്റ്, എല്ലാ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഉള്ള ഇലക്ട്രിക് സീറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു 34 ഇഞ്ചിന്റെ വലിയൊരു ക്ലിയർ കോക്പിറ്റ് എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത്. വലിയൊരു ഡിസ്പ്ലേ. ഇവിടെ ഒരു 16.2 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, നടുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റീവ് ടച്ചും ചുറ്റുമുള്ളത് ബട്ടൺ ഫീലാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് യൂസ്ഡ് അല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു റെക്ടാങ്കിൾ പോലത്തെ സ്റ്റിയറിംഗ് വീല് വരുന്നു. അതൊക്കെ നമ്മൾ ഗെറ്റ് യൂസ്ഡ് ആവണം. പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസ്, ബേസിക് കൺട്രോൾ, അതായത് വോളിയം, AC, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആവുന്ന ഇലക്ട്രിക് ആയിട്ട് ഓപ്പൺ ആവും. അതൊരു കൂൾ ഫീച്ചറാണ്, അത്യാവശ്യം വലിയ സൈസ് ഉള്ള ഒരു. പിന്നെ വണ്ടിക്കകത്ത് സ്മൂത്ത്, സ്വിഫ്റ്റ്, സ്പ്രിന്റ് ഇങ്ങനെ 3 മോഡുകളാണുള്ളത്. സ്മൂത്ത് ആണ് കംഫർട്ട് മോഡ്, കുറച്ച് എന്തൂസിയാസ്റ്റിക് ഡ്രൈവിങ് സ്വിഫ്റ്റ്, സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പവർ യൂസ് ചെയ്യുന്ന മോഡലാണ് വരുന്നത്. ഇതെല്ലാം ടച്ച് സ്ക്രീനിലാണ്. ഇത് നമ്മൾ ഗെറ്റ് യൂസ്ഡ് ആവുക എന്നല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. മിക്ക ന്യൂജൻ വണ്ടികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ ക്ലോസ്ഡ് ആക്കി വെക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാം, കണ്ടോ, അത്യാവശ്യം ഹെവി ഒരു സ്റ്റോറേജ് ആണ്. അതിൻ്റെ അകത്ത് 2 USB-C ചാർജിങ് പോർട്ടുകളുണ്ട്. 2 മസാജ് സീറ്റുകളുണ്ട്. വെല്ലെന്ന് പറഞ്ഞാൽ ഓരോ സ്പോട്ടിൽ ഇങ്ങനെ കുത്തി 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 മസാജ് ചെയ്യണ ഒരു സംഭവമാണ്. എൻസ്പാനൻ മൊത്തത്തിലുള്ള ഒരു വൈബ്രേഷൻ ആണ്. ഡേനൻ നമുക്ക് അതിന്റെ സൗണ്ടും എല്ലാം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, നല്ല ലോങ് ഡ്രൈവിനൊക്കെ നല്ല ഉപയോഗമുള്ള ഒരു ഓപ്ഷനാണ്.
നമ്മളിപ്പോൾ ലൂസിഡ് ഗ്രാവിറ്റി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ അധികം വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ എന്താ പറയാ, നമുക്ക് കയറി ഇരുന്ന് വണ്ടി എടുക്കുമ്പോൾ യാതൊരു ഐഡിയയും കിട്ടാത്ത ഒരു ഫീലാണ് നമുക്ക് ആദ്യം. ഇതിൻ്റെ അകത്ത് വേറെ തന്നെ ഒരു സെറ്റപ്പാണ് മൊത്തത്തിൽ. വണ്ടിയുടെ സൈസ് വൈസ് ആണെങ്കിലും സ്റ്റിയറിംഗ് ഫീൽ ആണെങ്കിലും ആക്സിലേറ്റർ പെഡൽ ആണെങ്കിലും എല്ലാം എന്താ പറയാ, നമ്മൾ യൂസ് ടു ആയിട്ടുള്ള രീതിയിലേ അല്ല. സ്റ്റിയറിംഗ് ഭയങ്കര സ്റ്റിഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലിൽ നിന്ന് എടുക്കുമ്പോൾ. പിന്നെ ആക്സിലേറ്റർ ആണെങ്കിൽ നമ്മൾ ഏറ്റവും സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഈവൻ ഓഫ് ചെയ്തിട്ടാൽ പോലും നല്ല ഹാർഡാണ്. റീജനറേറ്റീവും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരുമാതിരി കല്ലെ ചവിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ അകത്ത്. അതങ്ങനെയാണ് അവരത് ഡിസൈൻ ചെയ്തേക്കണേന്നാണ് പറഞ്ഞത്. ബേസിക്കലി ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 839 PS പവർ വരുന്നുണ്ട്. അപ്പൊ അത്രയും പവറുള്ള വണ്ടി ആയതുകൊണ്ട് ഇത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ആക്സലറേറ്റർ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ ഇൻ കേസ് നമ്മുടെ കൺട്രോൾ വിട്ട് വണ്ടി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കത് ആദ്യം ഓടിക്കുമ്പോൾ ഒട്ടും ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്താ പറയുക, നമ്മളൊരു കല്ലെ പിടിച്ച് ചവിട്ടുന്ന പോലെ. ഈവൻ ബ്രേക്കിംഗ് ആണെങ്കിലും എനിക്ക് അത്രയും, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓടിച്ച വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഇപ്പോൾ ഒരു 1-2 ബ്രേക്കിംഗ് ചെയ്തപ്പോൾ. പക്ഷെ റീജനറേറ്റീവ് ഇട്ടാല് എന്താ പറയാ, ഒന്നില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ എക്സ്ട്രീം ബ്രേക്കിംഗ് ആണ്. അതായത് നമുക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമുക്കത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തൊന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ വണ്ടി പോകത്തില്ല, ഭയങ്കര ഹാർഡായിട്ട് വണ്ടി ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇത് എനിക്ക് പിന്നെ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നി റീജനറേഷൻ ഓഫ് ചെയ്തിട്ടപ്പോഴാണ്. അപ്പൊ ഇതെല്ലാം യൂസ്ഡ് ആകേണ്ട ആയിരിക്കും. എങ്കിലും നമ്മളിപ്പോ 2 ഇലക്ട്രിക് വണ്ടി ഇതിന് മുന്നേ ഏകദേശം ഈ ക്ലാസ്സിലൊക്കെ വരുന്നത് ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇത് ടോട്ടലി വേറൊരു രീതിയിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഫൗണ്ടേഴ്സ് തന്നെ ഈ പവർ ട്രെയിനിലും ബാറ്ററിയിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ്. അപ്പൊ അവര് ഡെഫിനറ്റ്ലി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മേക്ക് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിന്റെ ആക്സലറേഷൻ ഒക്കെ അതിഭയങ്കരമാണ്. അതായത് 0 to 100 3.6 സെക്കൻഡ് ആണ് ഇവര് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് അച്ചീവബിൾ ആണ്. നമ്മളൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് മറ്റേ പ്ലെയിൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യില്ലേ, അന്നേരത്തെ പോലെ ഒരു ഫീലാണ് ഇതിൽ വരുന്നത്. ബൾക്കി വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വണ്ടിയേക്കാൾ ലേശം ലെങ്ത് കൂടുതൽ, വിഡ്ത്ത് കൂടുതൽ, കുറച്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ ആണെങ്കിലും വലിപ്പം കൂടുതലാണ് ഇതിനുള്ളത്. ഹൈറ്റ് മാത്രം കുറച്ച് കുറവാണ്. അപ്പൊ ഒരു 5 മീറ്റർ മിച്ചം ലെങ്ത്, 2 മീറ്റർ വീതി, ഒരു 1.67 മീറ്റർ ഹൈറ്റ്. ഇതാണ് ഇതിന്റെ ഒരു ഡയമെൻഷൻസ് വരുന്നത്. അപ്പൊ ഇത് മാനുവർ ചെയ്ത് പോകുക എന്നുള്ളത് ഇപ്പൊ ഞാൻ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു നമുക്കിത് മാനുവർ ചെയ്യാൻ ടൈറ്റ് സ്പേസിൽ. ഇപ്പൊ ഇതുപോലെയുള്ള റോട്ടിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഓക്കെയാണ്, പക്ഷെ നമ്മളൊരു ടൈറ്റ് സ്പേസിൽ മാനുവർ ചെയ്യുന്നത് ഇതിന്റെ ഒരു, ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന ഈ ഗ്രാൻഡ് ടൂറിംഗ് വേർഷനിൽ നമുക്കൊരു 3 ഡിഗ്രി റിയർ ടയർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതായത് നമ്മൾ ലോ സ്പീഡിൽ വലിയ ടേണുകൾ എടുക്കുമ്പോൾ നമുക്കൊരു ബാക്ക് ടയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നത് കൊണ്ട് ഒരു ടേണിംഗ് റേഡിയസ് കുറവ് കിട്ടുന്നുണ്ട്. ഇതാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ ടെസ്ലയിൽ മാത്രം കണ്ടിട്ടുള്ള, അതായത് നമ്മുടെ ഹെഡിന്റെ മേളിൽ വരെ ഗ്ലാസ് ഇങ്ങനെ, ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ പോവാ. അപ്പൊ എന്താ പറയാ, അത് പുറത്തോട്ടുള്ള വ്യൂവിന് ഭയങ്കര നല്ലൊരു ഫീലാണ്. നമ്മൾ തലപൊക്കി നോക്കിയാലും നല്ല വ്യൂ ഉണ്ട്. പക്ഷെ ഭയങ്കര ചൂടുള്ള സമ്മറുകളിൽ മേ ബി അത് കുറച്ച് എന്താ പറയാ, ഗ്ലെയർ അടിക്കുമോ, ചിലപ്പോൾ ഒരു കവേർഡ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഓടിക്കേണ്ട സാഹചര്യം വന്നേക്കാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ, പിന്നെ ഇത് ഫുള്ള് ഈ ഗ്ലാസ് ആയതുകൊണ്ട്, റൂഫ് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് നല്ല എയറി ഫീൽ ഉണ്ട് നമുക്ക്. 7 സീറ്റർ SUV ഒരു 3.6 100 കിലോമീറ്റർ സ്പീഡ് എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഈ പറയുന്ന സ്റ്റിയറിംഗ് ഹാൻഡ്ലിംഗ് ആണെങ്കിലും ആക്സലറേഷൻ ആണെങ്കിലും കുറെ സ്റ്റിഫായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. യാത്ര ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ. നോയിസ് ഇൻസുലേഷൻ ഒക്കെ നല്ല അടിപൊളിയാണ്. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും അകത്തോട്ടൊന്നും ഒരു നോയിസും ഇല്ല. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലൊക്കെ ആദ്യം കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പുതിയ വേർഷൻ വന്ന ഇപ്പൊ ഈവൻ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എന്നവർ ആദ്യം കൊടുത്തിരുന്നില്ല. ഇപ്പൊ ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴും എല്ലാം ക്യുക്കാണ് റെസ്പോൺസ് ഒക്കെ, സ്ക്രീനും കാര്യങ്ങളൊക്കെ. ആകെ നമുക്ക് ഈ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഈ ആക്സലറേഷനും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ടേസ്റ്റിന് പറ്റുന്നതാണോ എന്നുള്ളതാണ്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈസി, പെട്ടെന്ന് അക്ലമറ്റൈസ് ആകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത നിയോ EL8 ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു
ഈസിയർ ഇതാണ്. ഇത് നമുക്ക് ഒത്തിരി കാര്യങ്ങളും ഒരു പുതിയ ഫീലിംഗ് ആണ്, കുറച്ച് അല്ലെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ആദ്യം തരുന്നത്. പക്ഷെ നമ്മളൊരു ഇപ്പോൾ ഒരു 1 വീക്ക് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ വണ്ടികളെ പോലെ എല്ലാ സ്ക്രീനിലാണ്. അപ്പൊ ഈ മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും, ഇപ്പൊ മിറർ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നേരത്തെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയി നമ്മളത് മിറർ ഇപ്പൊ കുറച്ച് പുറത്തു പോയി. അപ്പൊ ഇപ്പൊ നമ്മളൊരു സ്റ്റോപ്പ് എടുക്കേണ്ടി വന്നു. അതായത് നമ്മുടെ സൈഡ് വ്യൂ മിറർ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല ഇരുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ സ്ക്രീനിൽ പോയി ഓപ്പറേറ്റ് ചെയ്ത് വേണം ശരിയാക്കാൻ. അപ്പൊ അത് നമ്മൾ യൂസ്ഡ് ആയിട്ട് അത്രയും ബൈഹാർട്ടായിട്ട് ഇത് അറിയാമെങ്കിലാണ് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം യൂസ് ആയതുകൊണ്ടായിരിക്കും നമ്മളത് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് മിറർ ശരിയാക്കിയിട്ട് വീണ്ടും വണ്ടി എടുത്തത്. അപ്പൊ ഇതാണ് ഈ എല്ലാം ടച്ചിലോട്ട് പോകുമ്പോൾ ഉള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 123,000 ആണ്. അപ്പൊ അത്രയും വില കൊടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഇത്രയും റേഞ്ച് കിട്ടുന്നുള്ളത് ഒരു പരിധിവരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. 123 kWh എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന വണ്ടികളിലൊന്നും വരാത്തത്രയും വലിയൊരു ബാറ്ററിയാണ്. അപ്പൊ 8 വർഷം ആണ്. 8 വർഷം അഥവാ 1,60,000 കിലോമീറ്റർ ആണ് വാറന്റി പറയുന്നത്. ഒരു പ്രാക്ടിക്കൽ യൂസ് ചെയ്യാവുന്ന ഒരു 7 സീറ്റർ, അതായത് അഡൾട്ട്സിനും പുറകിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് പോകാവുന്ന ഒരു 7 സീറ്റർ നിങ്ങൾ നോക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന. പിന്നെ എന്താ പറയുക, ക്യാമ്പിങ് അങ്ങനെയുള്ള പർപ്പസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്കും എല്ലാ സീറ്റും മടക്കി കഴിഞ്ഞാൽ ഒരു ബെഡൊക്കെ ഇട്ട് കിടന്ന് പോകാനുള്ള, പിന്നെ 2-3 പവർ ഔട്ട്ലെറ്റുകളുണ്ട് എന്തെങ്കിലും ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യാനാണെങ്കിലും. ഇവരും ഒരു പുതിയ ബ്രാൻഡാണ്. 2016 എസ്റ്റാബ്ലിഷ് എന്ന് പറയുമ്പോൾ 10 കൊല്ലം ആയിട്ടുള്ളൂ. എങ്കിലും ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന അവിടെ ലൂസിഡിന്റെ എയർ എന്ന് പറയുന്ന സെഡാൻ ഒരെണ്ണം എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇത്തരത്തിലൊരു പുതിയ ബ്രാൻഡിലോട്ട് പോകണമെന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും വന്നേക്കാം. പക്ഷെ നമ്മള് നിയോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. പിന്നെ മെറ്റീരിയലും യൂസ് ചെയ്തേക്കുന്ന ബിൽഡ് ക്വാളിറ്റിയും എല്ലാം അടിപൊളിയാണ്. അതായത് നമുക്കൊരു കുറ്റം കുറവും അങ്ങനെ ഫീൽ ചെയ്ത് ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും നമുക്കൊരു പരാതി തോന്നിയിട്ടില്ല. അത്യാവശ്യം വ്യൂ ഉണ്ട്. എല്ലാ വിൻഡോസ് എല്ലാം നല്ല സൈസാണ്. അപ്പൊ സൈസിന്റെ കാര്യം പറയുമ്പോൾ അത് മാനുവറിങ്ങിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ റിയർ വീൽ സ്റ്റിയറിംഗ് അഡീഷണൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേണുകളൊക്കെ എടുക്കുമ്പോൾ സൈലന്റ് ആണ്, ഭയങ്കര സൈലന്റ് ആണ്. ഒരു പ്ലെയിനിൽ പോകുന്ന പോലത്തെ ഒരു ആക്സലറേഷൻ ഒക്കെ ആണ്. നമ്മൾ ഈ ഹൈ സ്പീഡ് ആക്സലറേഷൻ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ പ്ലെയിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലില്ല. ആ ഒരു ഫീലാണ് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രൈവിന്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കോ പാസഞ്ചറിന്റെയും കൂടെ അഭിപ്രായം ചോദിക്കാം. സ്റ്റെല്ലയുടെ അഭിപ്രായം എന്താണ്? നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇതിന് മുന്നേ 2 ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചു. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ച നിയോനെ വെച്ച് നോക്കുമ്പോൾ അതിലും കൂടുതൽ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുണ്ട് ഈ വണ്ടി. ഇന്റീരിയർ അതുപോലെ അടിപൊളിയാണ്, അതിനേക്കാളും അടിപൊളിയാണെന്ന് തോന്നുന്നു ഇന്റീരിയർ. പിന്നെ ചില സാധനങ്ങൾ അതിനേക്കാളും ഇപ്പൊ കോപ്പൈലറ്റിന് ഫുഡ് റെസ്റ്റ് ഒന്നും ഇല്ല ഇതില്. അല്ലാണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു ഹെവി വണ്ടിയായിട്ട് തോന്നുന്നുണ്ട് മറ്റേതിനേക്കാളും. അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തു ഡ്രൈവിലൊക്കെ. ഇത് കുറച്ചും കൂടെ ഒരു ഹെവിയാണ്, കുറച്ചും കൂടെ ക്ലാസി വണ്ടിയാന്ന് തോന്നുന്നു ഇന്റീരിയറും എല്ലാം കൊണ്ട്. കൊള്ളാം. പിന്നെ അതിനേക്കാളും ബെറ്റർ എന്ന് പറയാൻ രണ്ടും ഏകദേശം ഒരേപോലെ ആയിട്ട് തന്നെ. കുറച്ചുകൂടെ കംഫർട്ട് എനിക്ക് അതിലാ തോന്നിയെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഈസി ഗോയിങ് കംഫർട്ട് അതിലാ തോന്നിയത്. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ നോമി ഒക്കെ ഉണ്ടായിരുന്നോണ്ട് ഒരു രസം ഉണ്ടായിരുന്നു സംസാരിച്ചിരിക്കാൻ. ഇതിനകത്ത് അങ്ങനെ ഇല്ല. നോമി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ വണ്ടി ചെയ്യുമായിരിക്കും, പക്ഷെ അതിനകത്തൊരു ക്യൂട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. അലക്സ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് പോലെ നോമി കാറിലിരിക്കുമ്പോൾ കംഫർട്ട് വൈസ് ഒരു പടിക്ക് മേളിൽ ഇതാന്ന് എനിക്ക് തോന്നുന്നത്. സ്പീഡിലൊക്കെ ആണെങ്കിലും ഒരു എയർപ്ലെയിൻ ഫീൽ ആയിരുന്നു ഇതില്. സ്പീഡിലൊക്കെ എടുക്കുന്ന ടൈമില് നമ്മള് ഫ്ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ആകുമ്പോൾ ഉള്ള ആ ഒരു സെയിം അതേ ഫീലിംഗ് ആയിരിക്കും തോന്നിയത്. നെഗറ്റീവുകൾ പറയാനാണെങ്കിൽ വണ്ടിയുടെ സൈസ് ഒരു നെഗറ്റീവാണ്. അതായത് ഇത്രയും വലിയൊരു വണ്ടി നമ്മൾക്ക് യൂറോപ്യൻ റോഡുകളിലൊക്കെ മാനുവർ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ബ്രാൻഡ് ഡെഫിനറ്റ്ലി പുതിയ ബ്രാൻഡാണ്. അതിന്റെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വരാതെ ഇവർക്ക് സെയിൽസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഹാൻഡ്ലിങ്ങും ആക്സലറേഷന്റെ ബിഹേവിയർ എത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിന്റെ ഒരു
വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ്ങും അതിൽ കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ആക്സിലറേഷനും. അപ്പൊ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആക്സിലറേഷൻ പെഡലിലൊക്കെ ഡ്രൈവ് ചെയ്ത് ശീലിച്ചവർക്ക് ഇത് ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പോസിറ്റീവ് പറയുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. സൗണ്ട് ഇൻസുലേഷനും നമുക്ക് അകത്ത് എത്ര സ്പീഡിൽ പോയാലും വളരെ കംഫർട്ടബിൾ ആണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, സൗണ്ട് ഇൻസുലേഷൻ, എന്താ പറയാ, അത് ഏത് സീറ്റിൽ ഇരിക്കുന്നവർക്കും പുറകിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും എല്ലാം ഈക്വലി വെൽ ബിൽട്ട് ആണ്. പോസിറ്റീവ് പിന്നെ റേഞ്ച് ആണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഒരു 600 കിലോമീറ്റർ എന്തായാലും നമുക്ക് റേഞ്ച് കിട്ടും. അപ്പൊ അതൊരു വളരെ നല്ല, എന്താ പറയാ, യൂസബിൾ റേഞ്ച് ആണ്. 600 കിലോമീറ്റർ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണേലും പോകാം എന്നുള്ളൊരു. ലൈൻ ചേഞ്ചിങ്, ഓട്ടോമാറ്റിക് ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്യുന്ന ഫീച്ചർ ഇപ്പൊ അടുത്ത് തന്നെ അത് റോൾ ഔട്ട് ചെയ്യും. അപ്പൊ അത്തരത്തിൽ ഒരു ടെക് ലോഡഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേകം ഒരു പ്രൈസും അഡീഷണൽ ചാർജസ് ഒന്നും ഉള്ളതായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു 7 സീറ്റർ ഇലക്ട്രിക് വണ്ടി, നല്ല റേഞ്ച് ഉള്ള വണ്ടി വേണം. പിന്നെ എന്താ പറയാ, ടെക്നോളജിയുടെ കാര്യത്തിൽ ഇതിന്റെ ഫൗണ്ടേഷന്റെ ബാക്ക്ഗ്രൗണ്ടിന് തന്നെയാണ് നമ്മൾ റിലേ ചെയ്യുന്നത്. ടെസ്ലേനെ ഇന്നത്തെ ടെസ്ല ആക്കാൻ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ ബ്രാൻഡിന്റെ പുറകിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടെക് ന്റെ കാര്യത്തിൽ നമ്മൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ എൻജോയ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഇത്രയും വില കൊടുത്ത് ഇത്തരത്തിലൊരു ബ്രാൻഡ് വണ്ടിയിലേക്ക് പോകാൻ തയ്യാറാവുമോ, അതോ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള BMW, ബെൻസ്, ഓഡി ഇത്തരം ബ്രാൻഡുകളുടെ വണ്ടികളിലോട്ടാണോ പോവുകയുള്ളൂ എന്നുള്ള അഭിപ്രായം കൂടി പറയുക. ഓക്കെ, താങ്ക് യു, ബൈ.